ഉൾവെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഗുരുവിന് മുമ്പിൽ ശിഷ്യൻ വന്നു നിൽക്കുന്നു. അയാളുടെ കൈക്കുടന്നയിൽ അയാളൊരു കിളിയെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിനെ പരീക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ശിഷ്യനാണ്. അയാൾ പറയുന്നു, എൻ്റെ ഈ കൈക്കുടന്നയ്ക്കുള്ളിൽ കിളിയുണ്ട്. അങ്ങ് ജ്ഞാനിയാണല്ലോ, ഉൾവെട്ടമുള്ള ആളാണല്ലോ. എൻ്റെ കൈക്കുടന്ന നോക്കിയിട്ട് പറയുക, അകത്തെ കിളി ചത്തതാണോ ജീവനുള്ളതാണോ? ഗുരുവിനെ പരീക്ഷിക്കാനാണല്ലോ ശിഷ്യൻ്റെ ശ്രമം. ചത്തതാണെന്ന് പറഞ്ഞാൽ അവൻ കിളിയെ പറത്തിവിടും. ഇനി കിളി ജീവനുള്ള ആളാണെന്ന് പറഞ്ഞാൽ അവൻ ഞെരിച്ചു കൊന്നുകളയും. രണ്ട് തരത്തിലും ഗുരുവിൻ്റെ ഉത്തരം തെറ്റുത്തരമാക്കി മാറ്റണം. ഇതാണ് അവൻ്റെ ചിന്ത. ഗുരു ശരിക്കും ഉൾവെട്ടമുള്ള ആളാണ്. അദ്ദേഹം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, കൈക്കുടന്നയിലേക്ക് നോക്കി, പിന്നെ ചിരി മാറാത്ത മുഖത്തോട് പറഞ്ഞു, ആ കിളിയുടെ ജീവൻ നിൻ്റെ കയ്യിലാണ്. ഇറ്റ്സ് അപ് ടു യു ടു മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്. കൊല്ലണോ ജീവിപ്പിക്കണോ, ആ നിൻ്റെ തീരുമാനമാണ്. കൈക്കുടന്നയിൽ ദൈവം നിങ്ങളുടെ ജീവിതം വച്ചു തന്നിരിക്കുന്നു. കൊല്ലണോ ജീവിപ്പിക്കണോ, ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ മേക്ക് ഓർ ബ്രേക്ക്. ദൈവം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലെ 30:19 അതിസുന്ദരമായ വാചകം ഇടയ്ക്കെങ്കിലും ധ്യാനമാക്കുക നല്ലതാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞിരുന്നു, നീ ജീവൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഒരപ്പൻ മക്കളോട് പറയുന്ന പോലെ ദൈവം പറയുകയാണ്, ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വാക്ക് കേട്ട് നീ മുന്നോട്ട് പോവുക. നീ നിൻ്റെ സന്താനവും രക്ഷിക്കപ്പെടും. ഇത് ദൈവപുരുഷനിലൂടെ ദൈവം തന്നെ സംസാരിക്കുന്നതല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതം ദൈവം നിങ്ങളുടെ കൈക്കുടന്നയിൽ വച്ച് തന്നിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്? ഇതിനെ അനുഗ്രഹമാക്കി മാറ്റാം, ശാപമാക്കി മാറ്റാം, ജീവൻ്റെ വഴിയാക്കി മാറ്റാം, മരണത്തിൻ്റെ വാതിലാക്കി മാറ്റാം. അതിനുള്ള സ്വാതന്ത്ര്യം കൂടി ദൈവം തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജീവിതമെന്ന ദാനത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ധ്യാനിക്കുന്നവരൊക്കെയാണ് സന്തോഷം നിറഞ്ഞ് കവിയുന്ന മുഖമുള്ള മനുഷ്യരായിട്ട് മാറുക. ദൈവമേ, നിൻ്റെ മുഖപ്രകാശം എൻ്റെ മുഖത്ത് നിറയുവാൻ ഇടവരുത്തണമേ, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ജ്ഞാനം സംസാരിക്കാൻ നീ ഇടവരുത്തണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ സങ്കീർത്തകനോടൊപ്പം. ഇടയ്ക്ക് നമ്മുടെ ജീവിതമെന്ന ദാനത്തെ വിലമതിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ജീവിതം ശരിക്കും ഒരു ദാനം തന്നെയല്ലേ? ഇനി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വീഴ്ചകളെ നമ്മൾ മനസ്സിലാക്കുന്നത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. 1849 റഷ്യൻ സാഹിത്യകാരൻ ഡോസ്റ്റോവസ്കി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. മരണം കാത്തു നിൽക്കുന്ന ആ സമയം പെട്ടെന്ന് കുതിരക്കുളമ്പടി ശബ്ദം. ഒരു ഭടൻ പാഞ്ഞു വരുന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നു, ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഈ മരണത്തിന് തൊട്ട് അടുത്ത് വന്ന് നിന്നപ്പോഴാണ്, മരണത്തിൻ്റെ മുനമ്പിൽ വന്ന് നിന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. എല്ലായിടത്തും ദൈവമുണ്ട്, എല്ലായിടത്തും സ്നേഹമുണ്ട്, എല്ലായിടത്തും ആഘോഷമാക്കി മാറ്റണം. അദ്ദേഹം പറഞ്ഞു, ജീവിക്കുക എല്ലായിടത്തും എങ്ങനെയും. അപ്പോൾ ഇതൊരു മുദ്രാവാക്യം പോലെയായി മാറി, ജീവിക്കുക. പിന്നീട് അദ്ദേഹം വളരെ ആഘോഷമായിട്ട് തന്നെ ജീവിച്ചു. സൈബീരിയയിലേക്ക് അദ്ദേഹം നാടുകടത്തപ്പെട്ടു. വധശിക്ഷ റദ്ദാക്കി സൈബീരിയയിലേക്കാണ് വിട്ടത്. അവിടെ അദ്ദേഹം ഏറ്റവും സുന്ദരമായ കൃതികൾ രചിച്ചു. മാത്രമല്ല, ഒരു താപസനെ പോലെയായി അദ്ദേഹം മാറി എന്നാണ് സഹോദരൻ പറയുക. പ്രാർത്ഥന കൂടി, ശാന്തത കൂടി, സ്നേഹം കൂടി, മനസ്സ് ഒരു വിശുദ്ധൻ്റേതുപോലെയായി മാറി. ഇനി അന്ത്യ നിമിഷങ്ങളിൽ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം
സുവിശേഷങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സമയമായിട്ടുണ്ട്, എന്നെ തടസ്സപ്പെടുത്താതിരിക്കുക. ഒരു മാമോദിസയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങാൻ സമയമായി. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചതും സുവിശേഷത്തിലെ വാക്യങ്ങളാണ്. ഗോതമ്പ് മണി നിലത്തഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. ഇദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ 1,00,000-ലേറെ ആളുകൾ പങ്കെടുത്തത്രേ. അവർ മരണത്തെക്കുറിച്ചല്ല, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന നിത്യതയെക്കുറിച്ചാണ് ധ്യാനിച്ചത്. അത് ശരിക്കും ഒരു പ്രദക്ഷിണം പോലെ കാണപ്പെട്ടുവെന്ന് ഒരാൾ കുറിപ്പെഴുതുകയുണ്ടായി. എല്ലാവരും ദൈവസ്നേഹത്തെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴിയിലൂടെ ധ്യാനപൂർവ്വം ചുവടുവെക്കുന്നവരായി മുന്നോട്ട് നീങ്ങിയത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും മരണത്തിൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടവരുണ്ടാകാം. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മരണത്തിൻ്റെ മുൻപിൽ എത്തിച്ചേരാത്തവരാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തേക്കണം, ഒരു ദിവസം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്നതിൻ ഓർമ്മയിൽ പഴയ കവിതയിലെ വരികളാണ്. ഒരു ദിവസം മരിക്കും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിട്ട് മരിക്കണം. അങ്ങനെ ജീവിച്ചിട്ട് മരിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതമാക്കി മാറ്റണം. അതിന് ജീവിതത്തിൻ്റെ വില അറിയണം. മഹാദാനമാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിയണം. ഇനി നമ്മളുടെ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യത്തെ കെടുത്തിക്കളയുന്ന പലതും സംഭവിക്കാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ തമ്പുരാൻ നമുക്ക് കരുത്ത് തരുന്നിട്ടുണ്ട്. ആ കരുത്ത് തൊട്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഒന്ന്, ജീവിതത്തിൽ പല വീഴ്ചകൾ വരാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും വീഴുന്നവരാണ്. പലവട്ടം നിൽക്കുന്നുവെന്ന് അഭിമാനിക്കും മുമ്പ് വീണു പോകുന്നവരാണ്. സത്യത്തിൽ തമ്പുരാൻ്റെ കൃപയിൽ തൂങ്ങിക്കിടക്കുകയാണ് നമ്മളൊക്കെ. തമ്പുരാനെന്ന് കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. അത്രയ്ക്കുള്ള നമ്മുടെ ബലം എന്ന് പറയുന്നത്. നമ്മുടെ ബലവും ബലഹീനതയും പലപ്പോഴും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് കരുതി ജീവിതം തട്ടിത്തെറിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വീഴ്ച വന്നു എന്ന് കരുതി ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് എന്താ പറയുന്നത്? പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ്, ഗെറ്റ് അപ്പ്, ഗോ ഹോം ആൻഡ് സിൻ നോ മോർ. മന്ത്രം പോലെയാണ്. എഴുന്നേക്ക്, വീട്ടിലേക്ക് പോ, ഇനി പാപം ചെയ്യരുത്. ഇത് തന്നെയല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗെറ്റ് അപ്പ്, ഗോ ഹോം ആൻഡ് സിൻ നോ മോർ. വീഴ്ചയൊക്കെ ഉണ്ടാകാം ജീവിതത്തിൽ, എഴുന്നേക്കുക. ഇനി തമ്പുരാൻ ചിലരെ വീഴ്ത്തിക്കളയും. സൗൾ ഡമാസ്കസിലേക്ക് കുതിച്ചു പാഞ്ഞു പോവുകയാണ്. അയാളെ കുതിരപ്പുറത്തു നിന്നും ദൈവം വീഴ്ത്തുന്നു. ശരിക്കും പറഞ്ഞ നടപടി പുസ്തകത്തിൽ കുതിരയെ ചേർത്തിട്ടില്ല. കരവാജിയോ എന്ന ചിത്രകാരനാണ് കുതിരയെ വരച്ചേർത്തത്. ആ കുതിര എന്ന് പറയുന്നത് താൻ പോരുമയുടെ പ്രതീകമാണ്, ഞാനെന്ന ഭാവത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ഞാനെന്ന ഭാവത്തോടുകൂടി ഒരിക്കലും വീഴില്ല എന്ന മട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ജീവിതങ്ങളെ അയാൾ വല്ലാതെ താറുമാറാക്കിയിട്ടുണ്ട്. ഈ അഹന്ത കൂടുന്നവർ മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കി കളയും. അങ്ങനെയുള്ള സാവൂളിനെ ദൈവം തട്ടി വീഴ്ത്തുകയാണ്. അയാൾ വീണു, ചിദംബൽ പോലെ എന്തോ വീണു. അത് ഈഗോയാണ് വീണു പോയത്. പിന്നീട് മറ്റുള്ളവർ അയാളുടെ കൈ പിടിച്ച് നടത്തേണ്ടി വന്നു. അയാൾ ഋജു പാതയിലെത്തി. നോക്കുക, അഹന്തയുടെ പാതയിൽ നിന്നും ദൈവം വീഴ്ത്തിയവൻ ഋജുപാതയിലെത്തി, വരേണ്ട വഴിയിലെത്തി, നേർവരയിലെത്തി. കാഴ്ച വീണ്ടും കിട്ടി. പിന്നീട് പൗലോസ് കർത്താവിന് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. കർത്താവിനെ പ്രസംഗിച്ച പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസിനോടൊപ്പം ആ സഭ മുഴുവൻ വികാസം പ്രാപിച്ചു. ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, കൃപ കൊണ്ട് ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇതിന് മാറ്റാണ്. ഒരു വീഴ്ചയിൽ നിന്ന് തമ്പുരാൻ നമ്മളെ ഉയർത്തിയെടുക്കുകയാണ്. ഫ്രാൻസിസ് അസീസി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് അദ്ദേഹവും ഇടക്കൊന്ന് വീണു പോകുന്നുണ്ട്. വീണു പോകുമ്പോഴാണ് തമ്പുരാൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ മുഴങ്ങുന്നത്. യജമാനെയാണോ ഭൃത്യനെയാണോ സേവിക്കേണ്ടത്? യജമാനെ സേവിച്ചാൽ മതിയെന്ന തീരുമാനത്തിൽ അദ്ദേഹം തൻ്റെ കോട്ടയൊക്കെ വിട്ട് പുതിയൊരിടത്തേക്ക് വരുന്നു. ഇഗ്നേഷ്യസ് ലയോള വീണ്ടും പടപ്പുറപ്പാട് നടത്തുന്നതിനിടയിൽ വീണുപോയ ആളാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ചോദ്യം ഉയരുന്നത്, നീ ഇത്രക്കേറെ ഓടിയിട്ട് എന്താ കാര്യം? ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഓടേണ്ടത്?
ഈ ചിന്തകളോടുകൂടി അദ്ദേഹം ജീവിതത്തിലേക്ക് വരുന്നു. ഇതേ ചിന്ത അദ്ദേഹം ഫ്രാൻസിസ് സേവറിന് പകർന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് വീണിട്ടും തമ്പുരാൻ്റെ കൃപ കൊണ്ട് എഴുന്നേൽപ്പിക്കപ്പെട്ട ആൾ സെയിൻറ്റ് അഗസ്റ്റിൻ. തമ്പുരാൻ പറയുന്നുണ്ട്, നന്നാവണോ ഇന്ന് തുടങ്ങ്, ഇന്ന് തന്നെ മനസ്സിലാക്കുക, ഇതൊരു ദാനമാണ്, ജീവിതം സുന്ദരമാണ്. സുന്ദരമായ ജീവിതം നയിക്കുന്ന ആൾക്ക് എല്ലാം സുന്ദരമാണ്. ഏത് പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് അയാൾക്ക് ഉയർന്നു പോകാൻ പറ്റും, ഏത് വീഴ്ചകൾക്കൊടുവിലും അയാൾക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റും. ആ ഒരു സന്ദേശം തമ്പുരാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് പോരുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. 2, നമ്മുടെ കുറവുകൾ. ഈ കുറവുകളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോൾ ജീവിതം ദാനമാണെന്നുള്ള ചിന്ത മറന്നുപോകും. കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും പല പല കുറവുകളുണ്ട്. ഷാവോലിൻ ടെമ്പിളിൽ ബ്രൂസ് ലീ വന്ന് നിൽക്കുകയാണ് സെൻ മാസ്റ്ററുടെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹോളിവുഡിൽ പോകണം, ഉയരണം, മാർഷൽ ആർട്സ് വിദഗ്ധനായിട്ട് അറിയപ്പെടണം. പക്ഷേ കുറവുണ്ട്. ഒരു കാലിന് മറ്റേ കാലിന് അപേക്ഷിച്ച് നീളക്കുറവുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഇതൊക്കെ കുറവാണല്ലോ. സെൻ മാസ്റ്റർ ബ്ലാക്ക് ബോർഡിൽ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വര ഒന്ന് തൊടുക പോലും ചെയ്യാതെ ചെറുതാക്കാൻ പറ്റുമോ? അപ്പോൾ ബ്രൂസ് ലീ പറഞ്ഞു, ഈ ബ്ലാക്ക് ബോർഡിൽ നിന്നും നിശ്ചിത അകലം പാലിക്കുക, അപ്പോൾ ചെറുതായി കാണപ്പെടും. മാസ്റ്റർ ചോദിച്ചു, ഓക്കെ, നീ അകലം പാലിച്ചു, പക്ഷെ തിരികെ വരുമ്പോൾ നിന്നെ പുച്ഛിച്ചുകൊണ്ട് ആ വര അവിടെ തന്നെയുണ്ട്. എത്ര അകന്നു പോയാലും നിന്നെ പുച്ഛിക്കുന്ന നേർവരെ തേടി നീ തിരിച്ചു വരേണ്ടി വരും. ഇപ്പം എന്ത് ചെയ്യും? ബ്രൂസ് ലീ മൗനം പാലിച്ചു. സെൻ മാസ്റ്റർ വരയ്ക്ക് കീഴെ അതിനേക്കാൾ വലിയൊരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, വെൻ യു ഹാവ് പ്രോബ്ലംസ് ഗ്രോ ബിഗർ ദാൻ പ്രോബ്ലംസ്. പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പ്രോബ്ലത്തെക്കാൾ വളരുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം അത് തന്നെയാണ് പറയുന്നത്. നീ പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യും. ഞാൻ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവയും വിജനതയിൽ ഒരു പാതയും സൃഷ്ടിക്കും. നിനക്ക് ക്ഷേമത്തിലുള്ള പദ്ധതി ഞാൻ ഒരുക്കും. പഴയതിനെക്കുറിച്ച് ഓർത്ത് നീ ഒരുപാട് വിലപിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തിനാ ഇത്രക്കേറെ വിലപിക്കുന്നത്? ദ ഓൺലി ഫെയിലിയർ അബൌട്ട് യുവർ ഫെയിലിയർ ഈസ് യുവർ ഫെയിലിയർ ടു ലേൺ ഫ്രം യുവർ ഫെയിലിയർ. അതാരോ റിതമാറ്റിക്കായിട്ട് എഴുതിയാണ്. പരാജയത്തിലെ ഏക പരാജയം പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള പരാജയം മാത്രമാണ്, വേറൊന്നും പരാജയമല്ല. അതൊന്ന് മനസ്സിലാക്കുക. ഇനി പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യൻ വന്ന് ചോദിക്കുകയാണ്, പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരമില്ല, എപ്പോഴും പ്രശ്നങ്ങൾ, ഒരു പ്രശ്നത്തിന് പിന്നാലെ മറ്റൊരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, പ്രശ്നം ഇല്ലാതാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, മരിക്കുക. കാരണം ഒരു പ്രശ്നമില്ലാത്തവർ സിമിത്തേരിയിൽ ശാന്തമായി കിടക്കുന്നവർ മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവൻ്റെ ലക്ഷണമാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. സത്യമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ത്വര വന്നേക്കാം, പക്ഷേ പ്രശ്നം മുഴുവൻ മാറ്റേണ്ടത് എന്തിനാണ്? മദർ തെരേസ ഒരു സ്ത്രീയെ ഉപദേശിക്കുകയാണ്, മോളെ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ കർത്താവിൻ്റെ ഉമ്മയാണ്, കർത്താവ് നിന്നെ ചുംബിക്കുകയാണ്, അപ്പോൾ അതിനങ്ങനെ സ്വീകരിക്കുക. അപ്പോൾ വളരെ നിഷ്കളങ്കതയോടുകൂടി അവർ മറുപടി പറഞ്ഞു, അമ്മേ, ഈശോയോട് പറ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ ഉമ്മ വെക്കണ്ട, ഇത്രയ്ക്ക് പ്രശ്നമൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. സാധാരണ മനുഷ്യൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രത്യുത്തരമാണത്. പക്ഷെ ഓർത്തേക്കുക, പണ്ടത്തെ ചില വിശുദ്ധന്മാർ, തമ്പുരാനെ, നിനക്ക് എന്നോട് അതീവ സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തരിക, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണല്ലോ ഞാൻ നിൻ്റെ കൃപ സ്വീകരിക്കുവാൻ വേണ്ടി എന്നെ തന്നെ ഒരുക്കുക എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റാൻ വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ട, പ്രശ്നത്തെ നേരിടാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ജീവിതം ദാനമാണെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പോലും പ്രശ്നമല്ല. ഹാവിങ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം, തിങ്കിങ് ഹാവിങ് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം. ആരും റിതമാറ്റിക്കായിട്ട് എഴുതിയതാണ്. പ്രശ്നമുണ്ടാവുന്നത് പ്രശ്നമാണെന്ന് കരുതുന്ന പ്രശ്നമാണ് പ്രശ്നത്തിലെ ഏക പ്രശ്നം. അതുമാത്രമാണ് പ്രശ്നം. ഉണ്ടാവുന്നത് പ്രശ്നമൊന്നുമല്ല, അതിനെ പ്രശ്നമായി കരുതുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പാടില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഏത് പ്രശ്നം വന്നാലും എനിക്കൊരു വലിയ ദൈവമുണ്ട്. പഴയ ഇംഗ്ലീഷ് കവിതയുണ്ട്, യു ബിഗ് പ്രോബ്ലം ഡോണ്ട് സ്കെയർ മീ, ഐ ഹാവ് എ ബിഗർ ഗാഡ്. എൻ്റെ വലിയ പ്രശ്നമേ, നീ എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്ക് നിന്നേക്കാൾ വലിയ ദൈവമുണ്ട്. ദൈവം ബിഗ് ആയതുകൊണ്ട്
പ്രശ്നങ്ങളൊക്കെ സ്മോളായി മാറിക്കോളും. ആ ഒരു ചിന്തയാണ് നമ്മയൊക്കെ വഴി നടത്തേണ്ടത്. അടുത്തതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ദാനങ്ങളെ ധ്യാനിക്കുന്ന നേരത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ നമ്മെ വല്ലാതെ വിഷമിപ്പിക്കും. അതെനിക്ക് ഇന്ന കുറവുകളൊക്കെ ഉണ്ട്. ആ കുറവുകളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വല്ലാത്ത തളർച്ച വരും. ആ കുറവുകളെ ഒരുപാട് ചിന്തിക്കാതിരിക്കുക. കുറവുകളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. ഹെലൻ കെല്ലറോട് ആരോ ചോദിച്ചു, കണ്ണില്ലാത്തത് കൊണ്ട് സങ്കടമുണ്ടോ? അവർ പറഞ്ഞു, കണ്ണില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ പുറം കണ്ണിൻ്റെ കാര്യമല്ലേ പറയുന്നത്? പുറം കണ്ണ് അടഞ്ഞതുകൊണ്ട് അകക്കണ്ണ് വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണാത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണാത്ത എത്രയെത്ര കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത എത്രയെത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെന്നെത്താത്ത എത്രയെത്ര ലോകങ്ങൾ ഞാൻ ചെന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറവിനെക്കുറിച്ച് എന്നോട് പറയാതിരിക്കുക മിസ്റ്റർ. അവർ പറഞ്ഞതാണ്, കുറവിനെക്കുറിച്ച് എന്നോട് പറയാതിരിക്കുക മിസ്റ്റർ. ഈ വാചകം നമ്മൾ നമ്മോട് തന്നെ ആവർത്തിക്കണം. കുറവിനെക്കുറിച്ച് സദാസമയം പറയാതിരിക്കുക, നിറവിനെക്കുറിച്ച് ധ്യാനിക്കുക. കർത്താവ് നിറവാണ്, ദൈവ സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ ദൈവം നിറവാണ്. കുറവുകൾക്കിടയിൽ ദൈവം നമുക്ക് ഒരു പരിഹാരമായി മാറുന്നുണ്ട്. ഈ വല്ലാത്ത കുറവൊക്കെ വരുമ്പോൾ മാതാവിൻ്റെ മാതൃക അതീവ സുന്ദരമാണ്. 2 തരം മനുഷ്യരുണ്ട്, റിയാക്റ്റീവ് മനുഷ്യരും പ്രൊആക്റ്റീവ് മനുഷ്യരും. റിയാക്റ്റീവ് മനുഷ്യർ എപ്പോഴും പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, കുറവുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് അവരാണ് ഏറ്റവും വലിയ കുറവായി മാറുന്നത്. അവരെപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിഭവം, പരാതി, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രൊആക്റ്റീവ് മനുഷ്യർ എപ്പോഴും ഉത്തരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക, സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിക്കുക. ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ പരിഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. കാനായിലെ വിവാഹ വിരുന്ന് വീഞ്ഞു തീർന്നു പോയി, അതാണ് പ്രശ്നം. ഭൂരിഭാഗം മനുഷ്യർ റിയാക്റ്റീവായി ആ വീഞ്ഞ് ഇല്ലാത്തതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. കാരണം അതൊരു വലിയ പ്രശ്നമാണല്ലോ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് വീഞ്ഞ് തീർന്നു പോവുക എന്നുള്ളത് വല്ലാത്തൊരു മാനക്കേടാണ്. അതുകൊണ്ട് എല്ലാവരും കുറ്റപ്പെടുത്തി കാണും. പക്ഷെ മാതാവ് എന്താ ചെയ്യുക? മാതാവ് പ്രൊആക്റ്റീവാണ്. മാതാവ് പറയുന്നു, ഒരു കുറവുണ്ട് മോനെ, ആ കുറവ് നികത്തി കൊടുക്കുക, നിറവുണ്ടാക്കുക. കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു. അവിടെ നിറവ് വന്നു, ഉത്തരം വന്നു, സാധ്യത വന്നു, പുതിയൊരു വാതിൽ തുറക്കപ്പെട്ടു, അത്ഭുതത്തിൻ്റെ വാതിൽ. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുറവുകളെക്കുറിച്ചും മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ പുറത്തുള്ള ഇരുട്ട് മുഴുവൻ അകത്തേക്ക് ക്ഷണിച്ച് വരുത്തി പിന്നെ വാതിലടച്ച് ഇരുട്ടുള്ളിരിക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങളേത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ജീവിതം മഹാദാനമാണ്. ആ ദാനത്തെ ദാനമായി കണ്ട് നന്ദിയോട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറവുകളെക്കുറിച്ച് ഒരുപാട് പറയാതിരിക്കുക. അതിന് പകരമായിട്ട് ഓരോ ദിവസവും ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക. അവസാനമായിട്ട് ഈ ജീവിതമെന്ന മഹാദാനം എന്നും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഉൾക്കൊള്ളണം. പണ്ട് വിചിത്ര നിയമമുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. ഇതൊരു കെട്ടുകഥയാണ്. ഒരു രാജാവ് മരിച്ച് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കിളിത്തൂവൽ പറത്തിവിടും. ആ കിളിത്തൂവൽ പറന്ന് ആരുടെ ശിരസിൽ വന്നിരിക്കുന്നോ അയാളാണ് അടുത്ത രാജാവ്. ഒരു തവണ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കിളിത്തൂവൽ പറത്തിവിട്ടു. അത് പറന്ന് ഒരു വിദൂഷകൻ്റെ തലയിലാണ് വന്നിരുന്നത്. വിദൂഷകൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കസ് കോമാളി. ഒരു കോഴിത്തൂവൽ തൊപ്പി ധരിച്ച് ഒരു ഉണക്ക മരത്തിൻ്റെ ദണ്ടും പിടിച്ച് ചിരിപ്പിച്ചും തലകുത്തി മറിഞ്ഞൊക്കെ നടക്കുന്ന ഒരു കോമാളി, സർക്കസ് കോമാളി. അയാളുടെ തലയിലാണ് ഈ തൂവൽ വന്നിരുന്നത്. ഇനി അയാളാണ് അടുത്ത രാജാവ്. അയാൾ രാജാവായി സിംഹാസനത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അയാളൊരു കാര്യം ചെയ്തു. അയാൾ ആവശ്യപ്പെട്ടിരുന്നു, ഒരു കുടിസുമുറി, വലിയൊരു കണ്ണാടി വെച്ചൊരു കുടിസുമുറി ഉണ്ടാക്കണം സിംഹാസനത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട്. ഈ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? പഴയ തൂവൽ തൊപ്പിയും സർക്കസ് കോമാളിയുടെ വസ്ത്രവും പഴയ ദണ്ടൊക്കെ പിടിച്ച് അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. വലിയ കണ്ണാടിയാണ്, പൂർണ്ണകായ രൂപം കാണാം. എന്നിട്ട് ആ കണ്ണാടിയിൽ നോക്കി അയാൾ പറഞ്ഞു, ഒന്നുമില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് ഒരാളെ വിധിക്കും മുമ്പ് വന്ന വഴി മറക്കാതിരിക്കുക.
എങ്കിലേ ഇനി വരാൻ പോകുന്ന വഴി തെളിമയോടുകൂടി കാണാൻ പറ്റും. അയാളുടെ ഭരണകാലം സുവർണകാലമായിരുന്നുവെന്ന് പറഞ്ഞ് കഥ അവസാനിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ദാനമല്ലാത്തതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി പ്രവർത്തിച്ച് നിങ്ങളെ ഈ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളുടെ ശരീരം കടമായി കിട്ടിയതാണ്. നിങ്ങളുടെ സൗന്ദര്യം കടമായി കിട്ടിയതാണ്. നിങ്ങളുടെ ആരോഗ്യം കടമായി കിട്ടിയതാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പറയും നിങ്ങളുണ്ടാക്കിയതാണെന്ന്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതൊക്കെ ഏത് നിമിഷവും കാറ്റത്ത് പറന്നു പോകാമായിരുന്നു. എന്തെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ദാനമാണെന്ന് കരുതുക. പിന്നെ അത്രയ്ക്ക് സുന്ദരമായൊരു വാടക വീട് ഈ ലോകം. ഇവിടെ താമസിക്കുന്നതും സത്യത്തിൽ വാടക കൊടുക്കാതെയാണ്. അങ്ങനെയാണെങ്കിൽ ദാനമല്ലാത്തതായിട്ട് എന്താണുള്ളത്? ദാനബോധത്തോടു കൂടി ജീവിക്കുക. ജീവിതമെന്ന മഹാദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദാനബോധത്തോടു കൂടി ജീവിക്കുക. നല്ല യാത്ര നേരുന്നു.